എല്ലാവർക്കും ഫൈൻഡെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വർക്ക് എഫിഷ്യൻസി ടൈമിൻ്റെ പാർട്ട് 1 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ പാർട്ട് 2 ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടെ ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. അതുപോലെ എ ഒറ്റയ്ക്ക് ആ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ നമ്മൾ ഇനി തൊട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ LCM വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. LCM കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്കാണ്. LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാണ്. പിന്നെ അതുപോലെ എത്ര കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യണം അതായിരിക്കും എഫിഷ്യൻസി വരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുതി വയ്ക്കാൻ പോകുന്നത് A+B എയും ബിയും കൂടെ ചേർന്ന് 10 ദിവസം, എ ഒറ്റയ്ക്ക് 15 ദിവസം, അങ്ങനെയാണെങ്കിൽ ബി എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ LCM കണ്ടുപിടിക്കാൻ പോവാ. A+B എഴുതി, എ എഴുതി, താഴത്തേക്ക് വരച്ചു. ഈ താഴത്തേക്ക് വന്ന ഈ ഭാഗത്തായിരിക്കും നമ്മൾ വർക്ക് എഴുതാനായിട്ട് പോണേ. ഇവരുടെ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഈ 10ൻ്റെയും ഈ 15ൻ്റെയും LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ ആരാ? 15. 15ൻ്റെ മൾട്ടിപ്പിൾ ആലോചിക്കുക. 15, 30. 30 ആരുടെ മൾട്ടിപ്പിളാണ്? 10ൻ്റെ മൾട്ടിപ്പിളാണ്. രണ്ടുപേരുടെ മൾട്ടിപ്പിൾ ആവണം. അപ്പോൾ നമ്മൾ ഏതെടുത്തു? 30 എടുത്തു. 30 ആരായി? LCM ആയി. 15 × 2 30 ആണ്. 10 × 3 30 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എയുടെ എഫിഷ്യൻസി 2 എന്നും എയുടെയും ബിയുടെയും കൂടിയുള്ള എഫിഷ്യൻസി 3 എന്നും കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും വരിക? ഈ 3ൽ നിന്നും നമ്മൾ 2 കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതായത് നമ്മൾ വെറ്റ് എഴുതി, നമ്മുടെ ട്രിക്കാണ് WET. നമുക്ക് വേണ്ടത് T = W/E. W എത്രയാ? 30 ബൈ എഫിഷ്യൻസി ആരുടെ എടുക്കണം? ബിയുടെ എടുക്കണം. അപ്പോൾ ഇവിടെ എയുടെ എഫിഷ്യൻസി കിട്ടിയിട്ട് A+Bയുടെ എഫിഷ്യൻസി കിട്ടിയിട്ട്, അപ്പോൾ ബിയുടെ എഫിഷ്യൻസി തന്നെക്ക് എത്ര ആയിരിക്കും വരിക? ഈ A+Bന്ന് എയുടെ എഫിഷ്യൻസി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ എഫിഷ്യൻസി കിട്ടും? ബിയുടെ തന്നെക്കുള്ള എഫിഷ്യൻസി കിട്ടും. 3ൽ 2 പോയാൽ 1 വരും. അപ്പോൾ 30/1 ഉത്തരം 30 ദിവസം. ഇപ്പം ചെയ്ത അതേ മോഡലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 12 ദിവസം കൊണ്ടും എയും ബിയും കൂടി ആ ജോലി 10 ദിവസം കൊണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ എ ഒറ്റയ്ക്ക് 12 ദിവസം, എയും ബിയും കൂടെ ചേർന്ന് 10 ദിവസം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ LCM കണ്ടുപിടിക്കുക. അപ്പോൾ എ എഴുതി ബ്രാക്കറ്റിൽ 12, A+B എഴുതി ബ്രാക്കറ്റിൽ 10, താഴത്തേക്ക് വരച്ചു. 12ൻ്റെയും 10ൻ്റെയും LCM കാണണം. അപ്പോൾ അതിനായിട്ട് 12 എടുത്തു. 12ൻ്റെ മൾട്ടിപ്പിൾ ആലോചിച്ചു. 12, 24, 36, 48, 60. 60 ആരുടെ മൾട്ടിപ്പിളാണ്? 10ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ അതായത് 12ൻ്റെയും 10ൻ്റെയും LCM വരിക 60 ആയിരിക്കും. അപ്പോൾ ഇവിടെ 60 എഴുതി. 12നെ 5 കൊണ്ട് ഗുണിച്ചാൽ 60 വരും. 10നെ 6 കൊണ്ട് ഗുണിച്ചാൽ 60 വരും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി തനിച്ചുള്ള ജോലി ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറ്റ് ആലോചിച്ചു. വെറ്റ് എഴുതി WET. നമുക്ക് വേണ്ടത് ടൈമാണ്. അപ്പോൾ T = W/E. ഇവിടെ വർക്ക് നമുക്കറിയാം 60. എഫിഷ്യൻസി വേണം. ആരുടെ എഫിഷ്യൻസിയാണ് വേണ്ടത്? ബിയുടെ തനിച്ചുള്ള എഫിഷ്യൻസിയാണ് വേണ്ടത്. നമുക്കിവിടെ തന്നിരിക്കുന്നത് എയുടെയും ബിയുടെയും കൂടെ ചേർന്നുള്ള എഫിഷ്യൻസി 6 ആണ്. എയുടെ തനിച്ചുള്ള എഫിഷ്യൻസി 5 ആണ്. എങ്കിൽ ബിയുടെ തനിച്ചുള്ള എഫിഷ്യൻസി എത്രയായിരിക്കും? 6ൽ നിന്നും 5 കുറയ്ക്കേണ്ടി വരും. 6ൽ 5 പോയാൽ ബാക്കി 1. അപ്പോൾ 60/1 ഉത്തരം 60 ദിവസം വരും. അതായത് ബിക്ക് തനിച്ച് ഈ ജോലി ചെയ്യാനായിട്ട് 60 ദിവസം എടുക്കും. ഇനി നമുക്ക് 3 ആൾക്കാർ തരും. എ ഒരു 20 ദിവസം കൊണ്ട് ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തു. ബി 30 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. സി 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ
എയും ബിയും സിയും കൂടെ ചേർന്ന് ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാം. LCM കണ്ടുപിടിക്കുക. ഈ LCM ആണ് വർക്ക് ഡിവൈഡഡ് ബൈ 3 ആൾക്കാരുടെയും കൂടി എഫിഷ്യൻസി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഉത്തരം കിട്ടും. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. A എന്ന് എഴുതി, ബ്രാക്കറ്റിൽ 20, B എന്ന് എഴുതി, ബ്രാക്കറ്റിൽ 30, C എന്ന് എഴുതി, ബ്രാക്കറ്റിൽ 15. ചെയ്യാനുള്ള കാര്യം ഈ 3 ആൾക്കാരുടെയും കൂടി ചേർന്നുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കണം, അല്ല LCM കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ നമ്പർ 30 ആണ്. 30 3 ആൾക്കാരുടെയും മൾട്ടിപ്പിൾ ആവില്ല, 20ന്റെ മൾട്ടിപ്പിൾ ആവില്ല, 15ന്റെ ആവും, പക്ഷേ 20ന്റെ ആവില്ല. അപ്പോൾ അടുത്ത ആള് 30 കഴിഞ്ഞാൽ 60, 15ന്റെ മൾട്ടിപ്പിൾ ആണ്, 20ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് LCM ആയിട്ട് ആരെ എടുക്കാം? 60നെ എടുക്കാം. വലിയ നമ്പർ എടുത്തു, അതിൻ്റെ മൾട്ടിപ്പിൾ ആലോചിച്ചു, ബാക്കിയുള്ള നമ്പറുകളും അതിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ആലോചിച്ചു. ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ LCM വരിക. 15 ഇൻറ്റു 4 ചെയ്താൽ 60 വരും, 30 ഇൻറ്റു 2 ചെയ്താൽ 60 വരും, 20 ഇൻറ്റു 3 ചെയ്താലും 60 വരും. അപ്പോൾ നമുക്കറിയാം, ട്രിക്ക് അറിയാം. വെറ്റ് എങ്ങനെയാ? WET. ഇതിന് ആരെ വേണ്ടേ? ടൈമാണ് വേണ്ടത്. അപ്പോൾ T=W/E. വർക്ക് എത്രയാ? 60. എഫിഷ്യൻസി എത്രയാ? 4, 2, 6, 6, 3, 9, 6, 54. അപ്പോൾ 6, 54 ബാക്കി 60 ആവാൻ 6/9 ദിവസം തരും. അടുത്തൊരു ചോദ്യം. എക്ക് ഒരു ജോലി ചെയ്യാൻ 15 ദിവസം എടുക്കും, ബിക്ക് അതേ ജോലി ചെയ്യാൻ 18 ദിവസം എടുക്കും, എക്കും ബിക്കും സിക്കും കൂടെ ചേർന്നിട്ട് 6 ദിവസം എടുക്കും. എങ്കിൽ സി തനിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ നോക്കാം. എക്ക് എത്ര ദിവസമാണ്? 15 ദിവസം, ബിക്ക് 18 ദിവസം, എക്കും ബിക്കും സിക്കും കൂടെ ചേർന്ന് 6 ദിവസം. അപ്പം അങ്ങനെയാണെങ്കിൽ സി തന്നെ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? ഞാൻ പറഞ്ഞു, LCM കണ്ടുപിടിക്കുക. LCM ആണ് ആര് വരിക? വർക്ക് വരിക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ LCM കണ്ടുപിടിക്കാം. അതിനായിട്ട് A എഴുതി, ബ്രാക്കറ്റിൽ 15 എഴുതി, B എഴുതി, ബ്രാക്കറ്റിൽ 18 എഴുതി, A + B + C എഴുതി, ബ്രാക്കറ്റിൽ 6. ഇനി വരച്ചു. ഈ കൂട്ടിമുട്ടുന്ന ആളായിരിക്കും ആര് വരിക? LCM വരിക. അതിനായിട്ട് വലിയ നമ്പറായിട്ടുള്ള 18 എടുത്തു. 18 ആരുടെ മൾട്ടിപ്പിളാണ്? 6ന്റെ മൾട്ടിപ്പിളാണ്, പക്ഷേ 15ന്റെ മൾട്ടിപ്പിൾ അല്ല. പിന്നെ അടുത്ത നമ്പർ 18ന്റെ മൾട്ടിപ്പിൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. 18, 18, 36, 36 15ന്റെ മൾട്ടിപ്പിൾ അല്ല, 36, 10, 46, 8, 54, 54 ആരുടെ മൾട്ടിപ്പിൾ അല്ല, 15ന്റെ മൾട്ടിപ്പിൾ അല്ല, 54, 10, 64, 8, 72, 72 ആരുടെ മൾട്ടിപ്പിൾ അല്ല, 15ന്റെ മൾട്ടിപ്പിൾ അല്ല, 72, 8, 80, 10, 90, 90 ആരുടെ മൾട്ടിപ്പിളാണ്, 15ന്റെ മൾട്ടിപ്പിളുമാണ്, അപ്പം തന്നെ 6ന്റെ മൾട്ടിപ്പിളുമാണ്. അപ്പോൾ നമ്മൾ ഏതെടുത്തു? 90നെ LCM ആയിട്ട് എടുത്തു. 6നെ എത്ര കൊണ്ട് വിളിച്ചാൽ 90 വരിക? 1 ബാക്കി 3, 30, 5 വട്ടം, 15 കൊണ്ട് വിളിച്ചാൽ 90 വരും. 18നെ നമ്മളിപ്പോൾ പറഞ്ഞോളൂ എത്ര വട്ടം വിളിച്ചേ? 5 വട്ടം വിളിച്ചപ്പോൾ 90 വന്നു. ഇനി 15നെ എത്ര വട്ടം വിളിക്കേണ്ടി വരും? 15നെ 6 വട്ടം വിളിക്കേണ്ടി വരും. 15 × 6 90 വരും. 15, 5, 30, 30, 30, 60, 60, 30, 90. അപ്പോൾ 6 വട്ടം. ശരി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ തന്നേക്കുള്ള ടൈമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സി ബ്രാക്കറ്റിൽ ടൈം ചെയ്തത്. നമുക്ക് ട്രിക്ക് അറിയാം. എന്താ? വെറ്റ്. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? സ്പോട്ടിൽ വെറ്റ് എഴുതി വെച്ചു. വർക്ക്, എഫിഷ്യൻസി, ടൈം. നമുക്ക് വേണ്ടത് ടൈമാണ്. W/E വരും. W എത്രയാ? 90 ബൈ ആരുടെ എഫിഷ്യൻസിയാണ് വേണ്ടത്? സിയുടെ എഫിഷ്യൻസിയാണ് വേണ്ടത്. നമുക്കിവിടെ ആരെയൊക്കെ കിട്ടിയിട്ടുണ്ട്? എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസി 15 ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ബിയുടെ എഫിഷ്യൻസി 5 ആയിട്ട് കിട്ടിയിട്ടുണ്ട്, എയുടെ എഫിഷ്യൻസി 6 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതൊന്ന് സിനെ മാത്രം കണ്ടുപിടിക്കുക? എന് ബിനെ ഏതെന്ന് പറഞ്ഞാൽ മതി. A + B + C എന്ന് എന് ബിനെ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആര് മാത്രമായിട്ട് മാറും? സി മാത്രമായിട്ട് മാറും. അപ്പം അതുപോലെ ഞാൻ എന്ത് ചെയ്തു? 15 ൽ 5 പോയാൽ എത്രയാ? 10 വരും. ഈ 10 ൽ 6 പോയാൽ എത്രയാ? 4 വരും. അപ്പോൾ ഞാൻ ഈ
3 ബിയും സിയുടെയും എഫിഷ്യൻസി കളഞ്ഞു. ബാക്കി എത്രയേ വരുള്ളൂ? 4 വരുള്ളൂ. അപ്പോൾ ആ 4 ഞാൻ ഇവിടെ എഴുതി. 90/4. ഒരു 4 4 24 8, ബാക്കി 1, ഒരു 4 4 24 8. അപ്പോൾ ഉത്തരം 22, ബാക്കി 2/4. ഇതിനെയും വേണം വെട്ടി ചെറുതാക്കാം. 2 ഒരു വട്ടം, 4 2 വട്ടം. ഉത്തരം 22 1/2 ദിവസം എന്ന് വരും. അടുത്തൊരു ചോദ്യം. 12 ആൾക്കാർ 25 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യും. അതേ ജോലി, അപ്പോൾ വർക്ക് സെയിമാണ്. അതേ ജോലി 10 ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ വർക്ക് സെയിം ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം വർക്ക് എഫിഷ്യൻസി ടൈം വെറ്റ്. അപ്പോൾ ഇതിന്ന് നമുക്ക് വർക്ക് സെയിം ആണെങ്കിൽ ഇക്വേഷൻ എന്താ വരിക? എഫിഷ്യൻസി പിന്നെ ടൈമും വ്യത്യാസം. അപ്പോൾ E1 T1 = E2 T2 വരും. ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? 2 ഭാഗത്തും വർക്ക് എന്താ? സെയിമാണ്. ഏത് വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ? എഫിഷ്യൻസി വ്യത്യാസം ഉണ്ടായിരിക്കും, ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ 12 ആൾക്കാർ 25 ദിവസം കൊണ്ടൊരു ജോലി ചെയ്യും. അപ്പോൾ ആൾക്കാർ, ഞാനപ്പോൾ എഫിഷ്യൻസി മാറ്റിയിട്ട് ആൾക്കാരാട്ടോ. അപ്പോൾ നമുക്ക് മെൻ. അപ്പോൾ M1 നോക്കാം. M1 12 ആൾക്ക് 25 ദിവസമാണ്. അപ്പോൾ T1 = എന്ത് വരും? 10 ആൾക്കാർ ഈ ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ M2 T2. അപ്പോൾ ഇത് ആൾക്കാരുടെ രീതിക്കായി നമ്മൾ തന്നെ ഇക്വേഷൻ ഉണ്ടാക്കി, നമ്മൾ തന്നെ അത് ആൾക്കാരുടെ രീതിയിലേക്ക് മാറ്റി. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് എന്താ? T2 ആണ് വേണ്ടത്. M1 എത്ര ആൾക്കാരാ? 12 ആൾക്കാരാണ്. അപ്പോൾ 12 × 25 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ 10 ആൾക്കാർ T2 ദിവസം കൊണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ട ഏതാ? T2 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ T2 കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 10 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സമത്തിൽ പ്രതി കൊണ്ടുവരും. ഇൻറ്റു സമത്തിൽ പ്രതി വന്നു കഴിഞ്ഞാൽ 12 × 25 ÷ 10 എന്ന് വരും. അപ്പോൾ നമുക്ക് ആര് കിട്ടും? T2 കിട്ടും. 10 5 2 വട്ടം, 25 5 വട്ടം, 2 ഒരു വട്ടം, 12 6 വട്ടം, 6 30. നമുക്ക് 30 ദിവസം തരും. അപ്പോൾ T2 നമുക്ക് 30 ദിവസം കിട്ടും. അടുത്തൊരു ചോദ്യം. 27 ആൾക്കാർക്ക് ഒരു ജോലി ചെയ്യാൻ 3 ദിവസം വേണം. ഇതേ ജോലി 9 ആൾക്കാർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ടാവും? അപ്പോൾ അതാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ ഇക്വേഷൻ എഴുതി വയ്ക്കാം. അപ്പോൾ M1 T1 = M2 T2. അപ്പോൾ എത്ര ആൾക്കാരാ? 27 ആൾക്കാർ. 27 എത്ര ദിവസം കൊണ്ടാ? 3 ദിവസം കൊണ്ട്. അടുത്ത എത്ര ആൾക്കാർ കണ്ടുപിടിക്കണ്ടേ? 9 എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. M1 എത്രയാ? 27. T1 എത്രയാ? × 3 = M2 എത്രയാ? 9 × T2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T2. രണ്ടാമത്തെ ആള് അല്ലെങ്കിൽ 9 ആൾക്കാർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും? അപ്പോൾ അതിനായിട്ട് ഈ 9 സമത്തിന് പ്രതി കൊണ്ടുവരാം. അപ്പോൾ 27 × 3/9. 9 കിട്ടി, 27 കിട്ടി. 27 എത്ര വട്ടം പോവും? 3 വട്ടം പോവും. 3 × 3 9. അതായത് T2 എത്രയാ? 9 ദിവസം. 27 ആൾക്കാർക്ക് 3 ദിവസമാണെങ്കിൽ 9 ആൾക്കാർക്ക് എത്ര ദിവസം തന്നെ വേണം? 9 ദിവസം തന്നെ വേണം. ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യും. 10 ദിവസം. ബി അതേ ജോലി 15 ദിവസം കൊണ്ട് ചെയ്യും. 3 ദിവസം കഴിഞ്ഞപ്പോൾ ബി പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ എങ്കിൽ ബാക്കി എത്ര ദിവസം കൊണ്ടായിരിക്കും എ ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുക? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവർ ചെയ്യാൻ പോണ വർക്ക് എത്രയാണ്? ഇത് രണ്ടുപേരുടെ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എ എഴുതി ബ്രാക്കറ്റിൽ 10, ബി എഴുതി ബ്രാക്കറ്റിൽ 15. LCM കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആര് AD BD വർക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വലിയ നമ്പർ 15 ആണ്. 15 30 36 വേണ്ടിയുള്ള 10 വേണ്ടിയുള്ള. അപ്പോൾ 30 എന്ന് എഴുതി. 15 × 2 30, 10 × 3 30. അപ്പോൾ നമുക്ക് അവരുടെ എഫിഷ്യൻസി കിട്ടി.
ഇനി കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തിന് ശേഷം ആര് ലെഫ്റ്റായി? ബി ലെഫ്റ്റായി. അപ്പോൾ നമുക്കിവിടെ ഒരു പെട്ടി വരട്ടെ. ഇവിടെ 3 ദിവസം ആര് വർക്ക് ചെയ്യുന്നുണ്ട്? എയും ബിയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 3 ദിവസം എയും ബിയും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി വർക്ക് മൊത്തം ആര് മാത്രം ചെയ്യണം? എ മാത്രം, എ തന്നെയാണ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോണ കാര്യം, എയും ബിയും കൂടെ 3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ, 3 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആവും? അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും വെറ്റ് എഴുതാൻ പോകും. വെറ്റ് ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടെ 3 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വർക്ക് കംപ്ലീറ്റ്, എത്ര വർക്ക് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇവിടെ എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ് വർക്ക് കാണാൻ ഇക്വേഷൻ. അപ്പോൾ എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി എത്ര വരിക? 3 2 5 എന്ന് വരും. എത്ര ദിവസം അവർ വർക്ക് ചെയ്യണം? 3 ദിവസം അവർ വർക്ക് ചെയ്യണം. അപ്പോൾ 3 5 3 15 വർക്ക് വരും. അപ്പോൾ എയും ബിയും കൂടെ 3 ദിവസം വർക്ക് ചെയ്താൽ 15 വർക്ക് കംപ്ലീറ്റ് ആവും. ബാക്കി എത്ര വർക്കാണ് ഇങ്ങനെ കണ്ടുപിടിക്കുക? ഈ 30 നമ്മൾ എന്ത് ചെയ്യും? ഈ 15 കുറയ്ക്കും. ബാക്കി വർക്ക് എത്ര കണ്ടുപിടിക്കാനായിട്ട് എയും ബിയും കൂടെ ഇപ്പം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു? 15 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി എത്ര വർക്ക് വരിക? 30 15 കൊടുക്കണം. അപ്പോൾ എത്ര വരും? റിമൈനിങ് വർക്ക് എത്ര വരും? 15 എന്ന് വരും. ഇനി ജോലി ചെയ്യാൻ പോണത് ആരാ? എ തന്നേക്കാ. അപ്പോൾ ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുന്ന കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ദിവസമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടൈമാണ് കണ്ടുപിടിക്കുന്നത്. ടൈമാണ് ഇക്വേഷൻ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ പറയാം എന്താ? ടി ഈക്വൽ ടു W/E. ബാക്കി എത്ര വർക്കാണ്? 15 ആണ്. ഈ വർക്ക് ചെയ്യാനായിട്ട് എയുടെ എഫിഷ്യൻസി എത്രയാ? 3. അപ്പോൾ 15/3 5 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും ജസ്റ്റ് ഒന്ന് നോക്കുക. മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.